ആഗോളതലത്തിലുള്ള അവസരങ്ങൾ, ഉയർന്ന സാലറി, വർക്ക് ലൈഫ് ബാലൻസ്, സ്ഥിരതയുള്ളൊരു ജോലി. മില്ലേനിയൽ മുതലുള്ള ജനറേഷൻസ് ഇങ്ങോട്ട് സ്റ്റഡി അബ്രോഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ നിരവധിയായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നും സ്റ്റഡി അബ്രോഡ് എന്നാൽ അതൊരു അൾട്ടിമേറ്റ് സക്സസ് ആണ്. എന്നാൽ ഇന്നും അവസ്ഥ അത് തന്നെയാണോ? കാറ്റ് മാറി വീശി തുടങ്ങിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാനായി ഒരു എക്സ്പേർട്ടാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. RK സ്റ്റഡി അബ്രോഡിന്റെ സിഇഒയും സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റുമായ ദിലീപ് രാധാകൃഷ്ണൻ. ായിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മൾ യു ഫൈലിലൂടെ എത്തിക്കുന്നത്. അത് നേടിയെടുത്ത ഒരു വ്യക്തിയുടെ മാർക്കും ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യാനായിട്ട് കിരൺ നമ്മോട് തയ്യാറായി. നമ്മുടെ യാത്ര ടുർക്കു യൂണിവേഴ്സിറ്റിയിലാണ്. ടുർക്കുവിലുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് ടുർക്കു. ആംസ്റ്റർഡാമിൽ നിന്നും അരമണിക്കൂർ യാത്ര ചെയ്യുന്നത്. സ്വാഗതം. താങ്ക് യു. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും കാനഡയിലേക്ക് സ്റ്റഡി അബ്രോഡിന് വേണ്ടി പോകുന്നൊരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് തന്നെ യൂറോപ്യൻ കൺട്രീസിൽ അഫോർഡബിളായിട്ട് പോവാമെന്ന് അന്നേ പ്രവചിച്ച അല്ലെങ്കിൽ കാണിച്ചു തന്നിട്ടുള്ള ഒരാളാണ് ദിലീപ്. ആ ഒരു ദീർഘവീക്ഷണം എങ്ങനെ കിട്ടി? അതൊരു പ്രവചനം എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ വെറും ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. അതായത് കാനഡ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് സൈസ്, ജോഗ്രഫിക്കൽ ഏരിയ അല്ല, എക്കണോമിയുടെ സൈസിന് ആനുപാതികമായിട്ടാണ് അവിടെയുള്ള ജോലികൾ വരുന്നത്. അപ്പോൾ ഒരു 10 ലക്ഷത്തോളം, 1 മില്യൺ കുട്ടികളാണ് ഏകദേശം കാനഡയിൽ ഒരു വർഷം സ്റ്റഡി പെർമിറ്റ് കിട്ടിയിരുന്നെങ്കിൽ, ഏകദേശം അത്ര തന്നെയോ അതിനേക്കാളും വളരെ കുറച്ച് മാത്രമാണ് ഒരു സ്റ്റഡി പെർമിറ്റ് USA ഇഷ്യൂ ചെയ്തിരുന്നത്. എന്നാൽ USA ജോഗ്രഫിക്കൽ ഏരിയയും അല്ലെങ്കിൽ എക്കണോമിക് സൈസും നോക്കുമ്പോൾ ഇതോടെ യാതൊരു കമ്പാരിസൺ ഇല്ല. ഇത് എക്കണോമിക് സൈസ് എന്ന് പറഞ്ഞാൽ 10 ഇരട്ടിയാണ്. ദ ബിഗ്ഗസ്റ്റ് എക്കണോമിയാണ്. അവിടേക്ക് പോയിരുന്നത് പോലും തന്നെ കാനഡയ്ക്ക് പോയിരുന്ന അതേ നമ്പർ എന്ന് പറയുമ്പോൾ എത്രമാത്രം കുട്ടികളെയാണ് കാനഡ ഉൾക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ പോയിരുന്ന കുട്ടികളൊക്കെയോ യൂണിവേഴ്സിറ്റി ഡിഗ്രി നേടാനല്ല പോയിരുന്നത്, മറിച്ച് അവിടുത്തെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ തന്നെ ഉള്ള സംവിധാനങ്ങൾ, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കൊടുക്കുന്ന സംവിധാനങ്ങൾ പഠിക്കാനാണ് പോയിരുന്നത്. അവിടെയുള്ള പല കോഴ്സസ് നോക്കി കഴിഞ്ഞാൽ ഫോറൻസിക് മാനേജ്മെൻറ്റോ എൻവയോൺമെൻറ്റ് സയൻസോ എന്തെല്ലാം യാതൊരു ജോലി സാധ്യതയില്ലാത്ത അനേകം കോഴ്സുകൾ, ജസ്റ്റ് ബിക്കോസ് കാനഡ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഏത് കോഴ്സും പഠിച്ചാലും നമുക്ക് ജോലി കിട്ടുമെന്ന തെറ്റിദ്ധാരണയാണ്. അപ്പം നമ്പേഴ്സ് പറയുന്നത് എന്താണോ അതേ ഞാനൊന്ന് പറഞ്ഞുള്ളൂ. അത് അന്ന് അത് ആൾക്കാരത് ശ്രദ്ധിച്ചില്ല, കാരണം കാനഡ ഒരു ട്രെൻഡായി നിൽക്കുകയായിരുന്നു. പക്ഷെ അന്ന് പറഞ്ഞതിൻ്റെ നെഗറ്റീവ് സൈഡുകൾ അല്ലെങ്കിൽ അത് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായിട്ട് ആൾക്കാരുടെ ജീവിതത്തിൽ വളരെ മോശമായ അനുഭവങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ തിരിച്ചറിഞ്ഞത് ഒരു രാജ്യം എന്ന് പറയുന്നൊരു കൺസെപ്റ്റിന് അർത്ഥമില്ല, അങ്ങനെ ഒരു രാജ്യത്ത് ഏത് കോഴ്സ് പഠിച്ചാലും ശരിയാവും എന്നുള്ളത് തെറ്റിദ്ധാരണയാണെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലായി. അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ യൂറോപ്യൻ യൂണിവേഴ്സിറ്റീനെ പറ്റി പറയുമ്പോൾ അവിടെ പോയി സാധാരണ എല്ലാവരും ഇവിടെ നിന്നിട്ട് അത് ആ യൂണിവേഴ്സിറ്റിയാണ് നല്ലത്, ഈ യൂണിവേഴ്സിറ്റിയാണ് നല്ലത് എന്നുള്ളൊരു തിയറിറ്റിക്കൽ കാര്യമാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായി യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ അവിടെ പോയി കണ്ട് അങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു അല്ലേ? ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? അതൊരു എന്താ പറയുക, നിവൃത്തിയേടിൻ്റെ ജേണിയാണോ എന്ന് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട്. കാരണം ഇങ്ങനെ പോവല്ലേ കുട്ടികൾ UK കാനഡയിലും ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചിട്ട് ശരിയാവില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെയല്ല പോകേണ്ടത്, മറ്റനേകം ഓപ്ഷൻസ് ഉണ്ടെന്ന് ഒരുപാട് നാളുകൾ പറഞ്ഞിരുന്നു. എൻ്റെ യൂറോപ്പിൽ അതിന് മുന്നേ യാത്ര ചെയ്തപ്പോഴൊക്കെ തന്നെ തിരിച്ചറിഞ്ഞ കാര്യം തന്നെയാണ് അവിടുത്തെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ കോസ്റ്റ് കുറവാണെന്നൊക്കെ തന്നെ. പക്ഷെ അത് ആളുകളത് എത്ര പറഞ്ഞാലും അത് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. കാനഡ അത്രയും വലിയൊരു ട്രെൻഡായിട്ടാണ് കൺസൾട്ടൻസ് ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്താ വെച്ചാൽ എന്നാൽ ഒരു കാര്യം ചെയ്യാം, അടുത്ത പ്രാവശ്യം യൂറോപ്പിൽ പോകുമ്പോൾ കംപ്ലീറ്റ് അവിടെയുള്ള എവിടേക്ക് യാത്ര ചെയ്യുന്നുണ്ടോ അവിടുത്തെ യൂണിവേഴ്സിറ്റീസ് കുറച്ച് എക്സാമ്പിൾ വിത്ത് പ്രൂഫ് പിള്ളേർക്ക് എത്തിച്ചു കൊടുക്കാം. അപ്പോഴെങ്കിലും ആൾക്കാർ മനസ്സിലാക്കട്ടെ ഇനിയും കുറേ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്ന് വിചാരിച്ചു. കാരണം ഏകദേശം 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ പെർ ഇയർ ട്യൂഷൻ ഫീ ആണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ, അത് ഗ്ലോബൽ റാങ്കിൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ യൂറോപ്പിലുള്ളത്. അതിന് ഈക്വലൻ്റ് ആയിട്ട് UK കാനഡയും നോക്കിക്കഴിഞ്ഞാൽ 15-20 ലക്ഷമാണ് പെർ ഇയർ. അപ്പോൾ അങ്ങനത്തെ ലയബിലിറ്റി വരുത്തി വെക്കല്ലേ എന്നുള്ളത് എൻ്റെ അഡ്വൈസ്. ആളുകൾക്ക് എങ്ങനെയും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രോഗ്രാം ഡിസൈൻ ചെയ്തത്. ഇപ്പം ഈ ക്യാഷിൻ്റെ കാര്യം പറഞ്ഞു, കോസ്റ്റ് ഇത്രയും വരുന്നുണ്ട്. അപ്പം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കേട്ടിട്ടുണ്ട്, അബ്രോഡ് പോകുന്ന സമയത്ത് നമ്മൾ ബാങ്കിൽ ഇത്രയും ഒരു ഫിക്സഡ് എമൗണ്ട് കാണിക്കണം അവിടെ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ സാധാരണക്കാരായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇപ്പോഴും ഒരു ടെൻഷനുള്ളൊരു കാര്യമാണ്, ഇത്രയും എമൗണ്ട് ബാങ്കിൽ ഇട്ടിട്ട് പോകണമല്ലോ. അപ്പം അവർക്ക് കുറഞ്ഞ ചിലവിൽ പഠിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ? ഇപ്പോൾ ആക്ച്വലി താൻ ചോദിച്ചതിന് വിസ ഫണ്ട്സ് ആണത്. അത് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നൊരു പൈസയല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് എത്ര കുറഞ്ഞ ഒരു ജോലി അല്ലെങ്കിൽ സാലറി ഉള്ളൊരു വ്യക്തിയാണെങ്കിലും ഒരു 2-3 വർഷം മുന്നെയെങ്കിലും വൃത്തിയായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമാവില്ല. കാരണം വിസ ഫണ്ട്സ് ഒരിക്കലും നമുക്ക് ചിലവാകുന്നില്ല. നമ്മൾ ഇത്രയും നമ്മുടെ കുട്ടി അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വന്നു കഴിഞ്ഞാലും അവർക്ക് മാനേജ് ചെയ്യാൻ ഫണ്ട്സ് ഉണ്ട്. പാർട്ട് ടൈം ജോലിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും അവർക്ക് അവരുടെ ലൈഫ് സേഫ് ആണെന്നുള്ളത് നമ്മൾ പറയുന്നതിൻ്റെ പ്രൂഫാണത്. അതൊരിക്കലും നമ്മൾ ചെലവ് ചെയ്യേണ്ട പൈസയല്ല.
ട്യൂഷൻ ഫീ ആയിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കേണ്ടത് മാത്രമാണ് നമുക്ക് ചിലവായിട്ട് വരുന്നത്. അത് സ്റ്റാർട്ടിങ് ഫ്രം ഇപ്പോൾ ജർമ്മനി ഫ്രീ എഡ്യൂക്കേഷൻ മുതൽ ഓസ്ട്രിയ അല്ലെങ്കിൽ റൊമേനിയ 50,000 to 1 lakh മുതൽ 3 lakhs വരെയുള്ള അങ്ങനെ പല പല റേഞ്ചിലുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ലാൻഡിൻ്റെ വാല്യൂ ഹൈ ആയിട്ടിരിക്കെ ഒരു 5 സെൻറ്റോ അല്ലെങ്കിൽ 10 സെൻറ്റോ ഒക്കെ പ്ലഡ്ജ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി, അതും നല്ല മിടുക്കുള്ള കുട്ടികൾക്ക് ഈ ഗ്ലോബൽ റാങ്കിൽ വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ബാങ്ക് ലോൺ കൊടുക്കാൻ തയ്യാറാവും. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 5-10 സെൻറ്റ് പ്ലഡ്ജ് ചെയ്താൽ പോലും ശരിക്കും പറഞ്ഞാൽ ആ ഒരു എമൗണ്ട് കിട്ടുന്നൊരു സാഹചര്യമാണ്. പണ്ടെന്ന് പറയുന്നത് ലാൻഡിൻ്റെ വാല്യൂ ഇത്ര ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ആവറേജ് ഹൗസ് ഹോൾഡിൽ പെട്ട ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യമായിരുന്നു. ഇന്ന് എത്രയോ വളരെ വളരെ സാധാരണ ഇതിലുള്ള കുട്ടികൾ പോകണം. ഞാനെപ്പോഴും ശ്രമിക്കാറുള്ളത് കുട്ടികൾക്ക് ഡ്രീം ചെയ്യാൻ പഠിക്കാനാണ്. അതായത് ചെറിയ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ഡ്രീം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിനൊരു അപാകതയില്ലേ. അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പുറത്തുപോയി പഠിക്കുക എന്നുള്ളത് പൈസ ഉള്ള ആൾക്കാർക്ക് മാത്രം പറ്റുന്ന എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണത്. അല്ലാത്ത കുട്ടികൾക്കും ഒരു ആസ്പിറേഷൻ ഉണ്ടായാൽ മതി. നല്ല അക്കാഡമിക്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്കത് ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഓക്കെ. ഇപ്പം ഈ ഇടയായിട്ട്, അതായത് കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ ഈ സ്റ്റഡി എബ്രോഡ് ഇത്രയധികം ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിട്ടും പോയി തുടങ്ങിയിട്ടും അല്ലേ. അതിനെക്കാട്ടും കുറച്ച് മുന്നേ നമ്മൾ നോക്കുന്ന സമയത്ത് എഞ്ചിനീയറിങ് അത് ഭയങ്കര ഹൈപ്പുള്ളൊരു കോഴ്സായിരുന്നു. അതിൻ്റെ ശേഷം MBA ആയി. എഞ്ചിനീയറിങ് പഠിച്ചിട്ടുള്ള ആൾക്കാർ വരെ MBA ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഇപ്പോൾ പിന്നെ BDSന് പ്രൈവറ്റ് ആയിട്ടുള്ള കോളേജസിൽ പഠിക്കുന്ന ഒരു കാര്യം കണ്ടിട്ട്. പക്ഷെ അതിൻ്റെ ശേഷം വന്നിട്ടുള്ളൊരു കാര്യമാണ് ഈ സ്റ്റഡി എബ്രോഡ് ഇത്രയധികം പോപ്പുലറായത്. ഇപ്പം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാരൊക്കെ പറയുന്ന കേൾക്കാം, ഇല്ല ഇതിന് സ്കോപ്പില്ല, പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് സംസാരിക്കുന്നത് കാണാം. അപ്പം ആ സമയത്ത് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റഡി എബ്രോഡ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു പുറത്തു പോയി പഠിച്ച ഒരു കുട്ടി അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി അത് എത്രമാത്രമാണ്, അല്ലെങ്കിൽ ആ ട്രെൻഡ് അത് ഫേഡ് ഔട്ട് ആവാനുള്ളൊരു സമയമായിട്ടുണ്ടോ? ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡും കൂടെ പറയേണ്ടി വരും കേട്ടോ. അത് കാരണം ഇനിയിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സെൻസേഷണൽ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ആയിട്ട് മാറും എനിക്കറിയില്ല. എന്നാലും ഞാൻ അതിൻ്റെ ഒരു ബേസിക്സ് പറയാം. ഞാൻ ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു നാട് ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യമാണ്. ശരിക്കും 142 കോടിയോളം ജനങ്ങൾ താമസിക്കുന്ന നമ്മുടെ രാജ്യത്ത് GDP എന്ന് പറയുന്നത് less than $4 trillion. അതേസമയം ഇപ്പോൾ നേരെ മറിച്ച് കാനഡ അല്ലെങ്കിൽ UK അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ഇവിടെയൊക്കെ തുച്ഛമായിട്ടുള്ള നമ്മുടെ 10-1 പോലും ജനസംഖ്യ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ പകുതിയെങ്കിലും GDP വരുന്ന സ്ഥലങ്ങളാണ്. GDP ആണ് ഒരു രാജ്യത്തിൻ്റെ, ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ജോലി സാധ്യത അളക്കുന്നതിന് ഒരു പാരാമീറ്റർ. അപ്പോൾ ഇത്രയധികം അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു യങ് നേഷനും, അതായത് ഒരു 30 വയസ്സിന് താഴെ 29 വയസ്സാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മീഡിയൻ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് അതിൻ്റെ പകുതി പോപ്പുലേഷൻ 29 വയസ്സിന് താഴെയും പകുതി പോപ്പുലേഷൻ 29 വയസ്സിന് മേലെയും നടത്തും. അത്രയധികം യങ് പോപ്പുലേഷൻ കോമ്പറ്റ് ചെയ്യാനുള്ളപ്പോൾ വെറും 3.5 ട്രില്യനോ 4 ട്രില്യനോ താഴെ ഉള്ള ഒരു GDP ഉള്ള രാജ്യത്ത് എങ്ങനെയാണ് താങ്കൾക്ക് ഒരു എഞ്ചിനീയറിങ്ങോ ഇനി എന്ത് കോഴ്സ് പഠിച്ചാലും അതിൽ ഏറ്റവും മികച്ച ഒരു വ്യക്തിയായി മാറാതെ നിങ്ങൾക്കൊരു നല്ല കരിയർ കിട്ടില്ല. നമ്മുടെ രാജ്യം ഒരു 10, 14, 15 ട്രില്യൺ പോലെ, ചൈന നമ്മുടെ സിമിലർ ആയിട്ടുള്ളൊരു പോപ്പുലേഷനുള്ള രാജ്യമാണ് ചൈന 17 ട്രില്യണിന് മേലെയാണ് എക്കണോമിക് സൈസ്. അതുപോലെ ഒരു രാജ്യമായിട്ട് ഇന്ത്യ വളരുന്ന പോയിന്റിൽ ആവറേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിമാൻഡിങ് ആയിട്ടുള്ള സെക്ടേഴ്സ് എന്ന് പറയുന്നത് എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷൻ നേരത്തെ പറഞ്ഞ പോലെ അതിലൊക്കെ ഒരു ആവറേജ് സ്ഥലങ്ങളിൽ പഠിച്ചാലും ജോലി നിങ്ങൾക്ക് കരിയർ നന്നായിട്ട് വരണമെങ്കിൽ അത്രയെങ്കിലും എക്കണോമിക് സൈസിലായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. അപ്പം നമ്മളൊരു വെറും 4 ട്രില്യൺ താഴെ മാത്രമുള്ള ഒരു എക്കണോമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്നുള്ള സത്യമാണ്. എനിക്ക് എൻ്റെ നാടിനെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് മൈ കൺട്രി വെരി മച്ച്. പക്ഷേ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കരിയറിന് വേണ്ടി ഒരു അഡ്വൈസ് കൊടുക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ചില സത്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ഈ എഞ്ചിനീയറിംഗ് ഒരു ട്രെൻഡല്ല. ഇന്നും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജനുവരി 26 ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ട് സൈൻ ചെയ്ത എഗ്രിമെൻറ്റ് പ്രകാരം എന്താ പറയുന്നത്, ജർമ്മനിയുടെ ഓപ്പർച്യൂണിറ്റി കാർഡ് പറഞ്ഞു. അതിലെന്താ പറയുന്നത്, എഞ്ചിനീയേഴ്സിന് മുൻഗണനയാണ്. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഒരു പോയിന്റ് അഡീഷണൽ ഉണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് കിട്ടാനില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ നോക്കിക്കറിയാം, നേരത്തെ പറഞ്ഞ മീഡിയൻ ഏജ് അത് 45, 46, 42 വയസ്സാണ്. അവർക്ക് യങ് വർക്ക് ഫോഴ്സിനെ വേണം എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യയുടെ കരാർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഡിമാൻഡ് ഇപ്പോഴും ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ട്രെൻഡ് അവസാനിച്ചു എന്ന് പറയുന്നത് വെച്ചാൽ, അന്ന് ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, മെക്കാനിക്കലും ഇലക്ട്രോണിക്സും പഠിച്ച കുട്ടികളടക്കം എവിടേക്കാണ് പോയിരുന്നത്, ഇൻഫോസിസും TCSലുമാണ്. അല്ലാതെ മെക്കാനിക്കൽ ജോലിക്കോ അല്ലെങ്കിൽ മറ്റേ ഇലക്ട്രോണിക്സ് ജോലിക്കോ അല്ല പോയിരുന്നത്. അപ്പോൾ ആ ട്രെൻഡിന് ഒരു പരിധിക്കപ്പുറം ഉൾക്കൊള്ളാനുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ട് താഴത്തേക്ക് വന്നു. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് സൈസ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ ട്രെൻഡ് ലോകത്തിൻ്റെ ഇൻ്റർനാഷണൽ സിനാരിയോയിൽ എഞ്ചിനീയറിംഗ് ട്രെൻഡ് അവസാനിച്ചിട്ടില്ല.
അത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു പാകപ്പഴയാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടു ഇപ്പം AI കാലമാണ് വരുന്നത്. ഇപ്പോൾ ഗൂഗിൾ പോലെയുള്ള വലിയ കമ്പനികൾ വരെ കുറേ ആളുകളെ പിരിച്ചുവിട്ടുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഒരു സ്റ്റഡി എബ്രോഡിലേക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി കോഴ്സസ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇനി സാധ്യതയുള്ള കോഴ്സസ് അത് എന്തൊക്കെയാണ്? ഇപ്പം ഞാൻ നേരത്തെ ഇന്ത്യയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത് എല്ലാ രാജ്യത്തും അപ്ലിക്കബിൾ ആണ്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാനഡയിൽ പോയാൽ ഏത് കോഴ്സ് എടുത്താലും ആൾക്കാർക്ക് ജോലി കിട്ടുന്നത് തെറ്റിദ്ധാരണയാണ്. ഓരോ രാജ്യത്തിൻ്റെ ഫോക്കസ് ഏരിയ ഓരോന്നായിരിക്കും. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ കൊണ്ടുവന്ന എന്തുകൊണ്ട് ജോഗ്രഫിക്കൽ ഏരിയ ഉണ്ട്, വർക്ക് ഫോഴ്സ് ഉണ്ട്. സോ മാനുഫാക്ചറിങ് ആണ് ഫോക്കസ്. ചില സ്ഥലങ്ങളിൽ സർവീസ് സെക്ടർ ആയിരിക്കും ഫോക്കസ്. ഇപ്പോൾ ജർമ്മനി ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ്ഡ് ആണ്. ചില രാജ്യങ്ങൾ സർവീസ് ബേസ്ഡ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന രാജ്യങ്ങൾ ഇപ്പോൾ മൗറീഷ്യസ് അല്ലെങ്കിൽ അയർലാൻഡ്, ന്യൂസിലാൻഡ്, ഇങ്ങനത്തെ ഐലൻഡ് നേഷൻസിൻ്റെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ടൂറിസം ആയിരിക്കും. ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി ആയിരിക്കും. അവർക്ക് ഒരിക്കലും മാനുഫാക്ചറിൻ്റെ മുകളിൽ ഫോക്കസ് അധികം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്തുള്ള ഏറ്റവും പ്രോമിനൻറ്റ് ഇൻഡസ്ട്രികൾ ഏതാണോ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓസ്ട്രിയയെ പറ്റി പറഞ്ഞു. ഓസ്ട്രിയ ഒരു 1.25 ലക്ഷത്തിന് പഠിക്കാം, AI പ്രോഗ്രാം പഠിക്കാമെന്ന് ഞാനൊരു 2 വർഷം മുന്നേ പറഞ്ഞതാണ്. ഇന്ന് ആരോട് ചോദിച്ചാലും ഓസ്ട്രിയക്ക് പോയാൽ മതി, വേറൊരു രാജ്യം വേണ്ട. പണ്ട് കാനഡയ്ക്ക് അങ്ങനെ ഏത് കോഴ്സ് എടുത്താലും അങ്ങനെ പോവല്ലേ എന്ന് പറഞ്ഞ ഒരു സംഭവം അത് തന്നെയാണ് ഇപ്പോൾ ആവർത്തിക്കുന്നത്. അപ്പോൾ ഒരു ട്രെൻഡ് ക്രിയേഷൻ്റെ പിന്നാലുള്ള ഓട്ടമാണ്. അതാണ് നമ്മൾ അവസാനം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഔട്ട്റൈറ്റ്ലി ഏത് രാജ്യം വെച്ചാൽ ഓരോ രാജ്യത്തിനെ വെച്ചാൽ ഓരോന്നാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഓസ്ട്രിയ പറഞ്ഞു വെച്ചാൽ ജർമ്മനിയുടെ അയൽ രാജ്യവും ജർമ്മൻ ഭാഷ സംസാരിക്കുകയും ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള രാജ്യവും 13 years ഓഫ് സ്കൂളിംഗ് വേണ്ടാന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രിയ. ജർമ്മനി പോലെയല്ല. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ജർമ്മനി വേണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഏത് കോഴ്സാണ് ഇപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ അതെവിടെയാണ് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളതെന്ന് തിരിച്ചറിഞ്ഞ ശേഷം ആ രാജ്യത്ത് പോയാണ് പറയുന്നത്. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ രാജ്യം ഒരു മിനിമം ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഒരു അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്ത് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയും. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഓക്കെ, ഇനിയിപ്പോൾ ചോദിക്കാനുള്ള എന്താ വെച്ചാൽ ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ നോക്കുകയാണെങ്കിൽ അവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. അതിന് ഓരോരോ യൂണിവേഴ്സിറ്റിയിലും ഓരോരോ അഡ്മിഷൻ പ്രോസസ്സ് ഉണ്ട്. പക്ഷേ നമ്മളുടെ ഒരു മെൻറ്റാലിറ്റി വെച്ച് ആളുകൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയണം. ഇപ്പോൾ ഇന്നിപ്പം നമ്മൾ അഡ്മിഷൻ എടുക്കാൻ നോക്കുകയാണെങ്കിൽ നാളെ അഡ്മിഷൻ കിട്ടണം, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉണ്ട് ആളുകൾക്ക്. പക്ഷേ ഈ വെയിറ്റിംഗ് പീരീഡിൽ ഹാഫ് വേയിൽ ഫ്രസ്ട്രേറ്റഡ് ആയില്ല, എനിക്കിനി കിട്ടില്ല എന്നു സ്വന്തം വിധി എഴുതി നിർത്തി പോകുന്ന ചില ആളുകളുണ്ട് അല്ലേ? അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? എത്രയോ ആളുകൾ സൈനപ്പ് ചെയ്ത് പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്ത് 3 മാസമോ 4 മാസമോ കഴിയും. ചിലപ്പോൾ ആദ്യത്തെ ഒരു യൂണിവേഴ്സിറ്റി റിജക്ഷൻ വന്നിട്ടുണ്ടാവും. ഇനി വേണ്ട, ഇനി ഇവിടെ പഠിക്കണ്ട, ഇനി നാട്ടിൽ പഠിച്ചാൽ മതി. ചോദിക്കും ആരുടെ കുട്ടിയാണ്? സ്വന്തം കുട്ടി നല്ലൊരു ഭാവിക്ക് വേണ്ടി നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ഗ്ലോബൽ എക്സ്പോഷർ നേടാനായി അവിടെ പഠിച്ച് നല്ലൊരു ജോലിക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന വ്യക്തിയാണ് ഞാൻ, അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സിന് ഒരു മിനിമം ടൈമുണ്ട്. ആ ടൈം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു റിജക്ഷൻ വരുമ്പോഴേക്കും വേണ്ട കുട്ടിയുടെ സമയം പോവുകയാണ്. അപ്പോൾ കുട്ടിയുടെ സമയം പോകുന്നതെന്ന് പറയുമ്പോൾ അത് ലാഭിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ആവറേജ് സ്ഥലത്ത് കൊണ്ട് ചേർക്കും, കോംപ്രമൈസ് ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും? 3 വർഷം കഴിഞ്ഞാൽ ജോലി ഇല്ലാതെ നടക്കുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ സ്റ്റഡി അബ്രോഡിന് പോകാൻ വേണ്ടി പിന്നെ ശ്രമിക്കും. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇപ്പം ഞാൻ ചിന്തിക്കും, ഇത് എൻ്റെ കുട്ടിയാണോ അതോ താങ്കളുടെ കുട്ടിയാണോ? എന്നോടുള്ളൊരു ദേഷ്യം പോലെയാണ്. മതി മതി മതി, ഇനി വേണ്ട, ഇനി ഇവിടെ പഠിക്കണ്ട, ഇനി എന്തായാലും പുറത്തേക്ക് പോകണ്ട, ഇനി നാട്ടിൽ പഠിച്ചാൽ മതി. ഇപ്പം ആയിക്കോട്ടെ, നമ്മൾ പറയാനല്ലേ പറ്റുള്ളൂ ഒരു വ്യക്തിയുടെ അടുത്ത്. അപ്പോൾ ടൈം ഇതിപ്പോൾ തുടങ്ങിയൊരു ട്രെൻഡാണ്. ഈ ഒരു ഇമ്പൾസീവായിട്ട് എന്താ പറയുക, ഒരു 6 മാസം പോലും കാത്തിരിക്കാനായിട്ട് തയ്യാറല്ലാത്തൊരു ട്രെൻഡ് പണ്ടുണ്ടായിരുന്നില്ല. പണ്ട് GRE, GMAT, TOEFL ഒക്കെ എഴുതി ആൾക്കാർ അത്ര സീരിയസ് ആയിട്ട് ഡിസിഷനാണ്. ഈ UK കാനഡ ട്രെൻഡ് നശിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും. അതായത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ മേടിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ ആലോചിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ മേടിക്കണമെങ്കിൽ കുറച്ച് പൈസ കൊണ്ട് പോയി ഒരു സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് വരുമല്ലേ? അതേ കംഫർട്ട് ലെവൽ നമുക്ക് പുറത്തുമുണ്ട്. പക്ഷെ അവിടെ പഠിച്ചിറങ്ങിയാലുള്ള അവസ്ഥ എന്താണെന്ന് ചിന്തിക്കുന്നില്ല. നമുക്ക് ആ കുറച്ച് നാള് ആ റിസൾട്ട് എന്താണെന്ന് അറിയാനുള്ള ഒരു അൺസർട്ടനിറ്റിയെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ ആകുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, ദേഷ്യം വരികയാണ്, ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇട്ടെറിഞ്ഞു പോകും. അപ്പം അത് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ തന്നെ കുട്ടികളുടെ ഭാവിയെങ്കിലും നന്നാവും നടത്തും. ഇപ്പം നമ്മൾ AI പ്രോഗ്രാംസിനെ പറ്റി പറഞ്ഞു. അതിനൊരു ഓപ്ഷൻ ഓസ്ട്രിയ മാത്രമാണോ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ രാജ്യങ്ങളിലാണ് AI കോഴ്സ് നല്ലതായിട്ടുള്ളത്? ഞാൻ ഇപ്പോൾ പേഴ്സണലി സ്പീക്കിംഗ് ഒരു 30% അടുത്ത് മൈഗ്രൻ്റ് പോപ്പുലേഷൻ, അതായത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്നോ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പോപ്പുലേഷൻ കൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രിയ ഇപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ പേഴ്സണലി ഒരുപാട് സജസ്റ്റ് ചെയ്യാറില്ല കുട്ടികൾക്ക്. അതിന് പകരം ഇപ്പോൾ റൊമേനിയ പറയാം. റൊമേനിയയിൽ ഇപ്പോൾ $50,000 പെർ ഇയർ ട്യൂഷൻ ഫീ വരുന്നുള്ളൂ. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസാണ് AI പഠിക്കാം. അപ്പോൾ അത് ഒരു പോസിബിലിറ്റി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഓസ്ട്രിയക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രിയ ഒരു ടെക്നോളജി ഓറിയൻറ്റഡ് എക്കണോമിയാണ്, ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ ഭയങ്കരമായിട്ടുള്ള പിള്ളേരുടെ ഒരു ഒഴുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു തള്ളിച്ച വരുന്നതുകൊണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ
ഒരു സ്ഥലത്ത് നമുക്ക് 100 ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അവിടേക്ക് 200 പേര് വന്നാൽ ഏതെങ്കിലും 100 പേർക്കല്ലേ കിട്ടുള്ളൂ. അതെ. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ജോലി ഇല്ല എന്നുള്ള കുട്ടികൾ പറയാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എത്തുന്നതിന് മുന്നേ തന്നെ അവരോട് പറയും, നിങ്ങൾ മാറി ചിന്തിക്ക്, വേറെ സ്ഥലത്തേക്ക് പോയിക്കോളൂ. അപ്പോൾ അവിടേക്ക് അധികം ആൾക്കാർ, നമ്മുടെ ഒരു മൈൻഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടേക്ക് അധികം ആൾക്കാർ പോകണ കണ്ടിട്ടില്ലല്ലോ. കുറച്ച് ആൾക്കാർ പോയാലേ നമുക്ക് അവിടേക്ക് പോകാൻ കോൺഫിഡൻസ് ഉള്ളൂ. എന്നാൽ ഇതിന് നേരെ തിരിച്ചാണ്. ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും നമുക്ക് എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ പാർട്ട് ടൈം കിട്ടാൻ ബുദ്ധിമുട്ടും, നമ്മുടെ കോമ്പറ്റീഷൻ വർക്ക് വിസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം തന്നെ നെഗറ്റീവാണ്. അധികം ആൾക്കാരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമി ആണെങ്കിൽ വി ഷുഡ് എക്സ്പ്ലോർ ദാറ്റ്. നമ്മളവിടെ മലയാളികളുടെ അസോസിയേഷൻ ഉണ്ടോ, മുന്നാരിൽ പോയിട്ടുണ്ടോ, എത്രയോ ഇൻഫർമേഷൻ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികൾ, അതിൻ്റെ റാങ്ക്, അതിൻ്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ആ എക്കണോമിയുടെ സേഫ്റ്റി, ഇതൊക്കെ യൂട്യൂബ്സിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് ഇൻഫർമേഷൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ആ ഇൻഫർമേഷൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ആ അഡ്വൈസ് എടുത്തുകൊണ്ട് നമ്മൾ പുതിയ പുതിയ രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഗ്രാബ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞു, സാധാരണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്റ്റഡി എബ്രോഡ് എന്നുള്ളത് അതൊരു വിദൂരമായൊരു കാര്യമല്ല. അത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഈ പ്രിപ്പറേഷൻ എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ബിറ്റ്സ് പ്ലാനി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ മാസ്റ്റേഴ്സിന് പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് എനിക്ക് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കപ്പാസിറ്റി പോലും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ചോ തന്നെയാണ്. നമ്മുടെ സ്കൂളിങ്ങോ അല്ലെങ്കിൽ ആവറേജ് ലെവലിലുള്ള നമ്മുടെ സ്കൂളോ കോളേജിൽ നിന്ന് കഴിയുന്ന കുട്ടികൾക്ക് IELTS സ്കോർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂ, ഇതൊക്കെ മറികടക്കാൻ ഭയങ്കര ടഫാവുകയാണ്. ഇതൊന്നും കഴിവില്ലാത്ത കുട്ടികളല്ല. 80%, 90%, 95% മാർക്കുള്ള കുട്ടികളാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ആ പ്രിപ്പറേഷൻ, ഇംഗ്ലീഷ് പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോട് സംസാരിക്കാനുള്ള അങ്ങനെയുള്ള എക്സ്പോഷർ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് അപ്പുറത്തുണ്ട്. നല്ല മിടുക്കരായിട്ടുള്ള പിള്ളേർ ഇവിടെ ഉണ്ട്. അവരുടെ ചെറിയ സ്കിൽ എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ, ഇൻക്ലൂഡിങ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, കോൺഫിഡൻസ് ബിൽഡിങ്, പബ്ലിക് സ്പീക്കിംഗ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടെ. ഇൻ്റർവ്യൂവിന് യു ക്യാൻ ബിലീവ്, അതായത് യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂ ഫിക്സ് ചെയ്തിട്ടുള്ള ഡേറ്റ് 3, 4, 5 വട്ടം മാറ്റുന്ന കുട്ടികളുണ്ട് കോൺഫിഡൻസ് ഇല്ലാതെ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ പാരൻസിന് ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരാണോ മെൻറ്റർ, ആ മെൻറ്ററിൻ്റെ ശ്രദ്ധയുണ്ടെങ്കിൽ ഈ കുട്ടികൾക്കൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എബ്രോഡ് ഉണ്ട്. അത് തന്നെയാണ് ആ പ്രിപ്പറേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കാരണം മാർക്ക് എന്നുള്ളത് വൺസ് യു ഹാവ് ദ അക്കാഡമിക്സ്, പിന്നെ ആ അക്കാഡമിക്സിൽ ഒരു ക്രൈറ്റീരിയ മാത്രമാണ്. സപ്പോസ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോലിക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ, അവിടുത്തെ ഉള്ള ഒരു കസ്റ്റമറുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് അറിയില്ലെങ്കിൽ നോ യൂസ്. ലെക്ചേഴ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എഗെയിൻ നിങ്ങളുടെ അക്കാഡമിക്സ് കോംപ്രമൈസ് ചെയ്യും. അപ്പോൾ ബേസിക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ജോലി ചെയ്യണം, പഠിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, കുറച്ചൊരു മെൻ്റൽ സ്ട്രെങ്ത്തും ഒരു കോൺഫിഡൻസും വേണ്ടേ. അതിനൊരു ബേസിക് ട്രെയിനിങ് നമ്മൾ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് വളർത്താതെ കുട്ടികൾക്ക് കുറച്ചൊരു എക്സ്പോഷർ കൊടുക്കാൻ തയ്യാറാവുക എന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ പ്രിപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ യു ക്യാൻ ഫ്ലൈൻ്റെ 2nd എഡിഷനിലേക്ക് കടന്നിരിക്കുകയാണ്. യു ക്യാൻ ഫ്ലൈ 2.0 അല്ലേ? ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞത് അത് എന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു. ഇപ്പോൾ ഈ പുതിയ എഡിഷനിൽ യു ക്യാൻ ഫ്ലൈ 2.0 അതിൽ എന്തൊക്കെ പ്ലാൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തത്? യു ക്യാൻ ഫ്ലൈയുടെ ആദ്യത്തെ എപ്പിസോഡ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ യൂറോപ്പിലേക്കാണ് യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കേണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, നിങ്ങൾ എന്താണ് എല്ലാവരും UK-ലേക്കും കാനഡയ്ക്കും പോകുമ്പോൾ നിങ്ങൾ എന്താണ് യൂറോപ്പിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചിരുന്ന പരിഹാസത്തോടെ കേട്ടോ. അതിനുള്ള ആൻസറാണ് ഇപ്പോൾ ഇന്ത്യ യൂറോപ്പ് എഗ്രിമെൻറ്റ് വന്നതും യൂറോപ്പിലേക്കുള്ള കുട്ടികളുടെ ഒഴുക്കും അന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങൾ, അന്ന് നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങൾ, ആ 1ൽ ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് കുട്ടികൾ അവിടേക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. 2ൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, എന്നും ആൾക്കാർ വിശ്വസിക്കാത്ത, അവിശ്വസനീയമായി തോന്നുന്ന ചില സത്യങ്ങളുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് ശരിയായിട്ട് വരുന്നത്. അതിൽ പെട്ട ഒന്നാണ്, ആവറേജ് ഹൗസ് ഹോൾഡിൽ പെട്ട ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഹൗസ് ഹോൾഡിൽ പെട്ട ഒരു കുട്ടിക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കും. അവർക്ക് ഡ്രീം ചെയ്യാൻ സാധിക്കും. ആ ഡ്രീമിനെ നമുക്ക് യു ക്യാൻ ഫ്ലൈ പ്രോഗ്രാമിലൂടെ തന്നെ അതൊരു എന്താ പറയുക, സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കുമെന്നത് പ്രൂവ് ചെയ്യലാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ പലപ്പോഴും അന്ന് 1-നുണ്ടായിരുന്ന പോലെ തന്നെ കുറേ ഹെസിറ്റേഷൻ, കുറേ നെഗറ്റീവ് കമൻറ്റുകൾ ഉണ്ടാവും. പക്ഷേ അതൊരു പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഹൗസ് ഹോൾഡിൽ പെട്ട ഒരു കുട്ടിയും സുഖമായിട്ട് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പുറത്ത് പോയി പഠിച്ച് സെറ്റിൽ ചെയ്യുന്നത് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഇന്നും വിത്ത് പ്രൂഫാണ് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാറുള്ളത്. 1-ൽ നമ്മൾ ആ രാജ്യങ്ങളും യൂണിവേഴ്സിറ്റിയും കാണിച്ചു കൊടുത്ത പോലെ തന്നെ ഈ 2 എന്ന് പറയുന്ന ഒരു സെഷൻ വരുന്ന നേരത്ത് വിത്ത് പ്രൂഫ് തന്നെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കും.